സുരേഷ് ഡേയ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുരേഷ് ഡേയ്സ് എന്ന് പറയുന്നത് യൂസ്ഡ് കാറിന്റെ പ്രീ പർച്ചേസ് ഇൻസ്പെക്ഷൻ, പ്രീ സെയിൽസ് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാം. ഞാൻ പ്രതികരണം ആഗ്രഹിക്കുന്നത് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ്. കാരണം എനിക്ക് ഇപ്പോഴുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിൽ വലിയ പ്രതീക്ഷയുണ്ട്, വലിയ വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഈ രാജ്യത്ത് വാഹനം ഉപയോഗിക്കുന്ന ഒരാളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഗൗരവമേറിയ ഒരു വിഷയമാണ്. എന്റെ മുമ്പിൽ കുറെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ടും പല ഉദ്യോഗസ്ഥരുമായിട്ടും ഞാൻ നടത്തിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻസിന്റെ എവിഡൻസ് ആണ്. ഇതിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സർ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, പിന്നെ കേരള MVD, കേരളത്തിൽ മുൻപുണ്ടായിരുന്ന ഗതാഗത മന്ത്രി ആന്റണി രാജു സർ, പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ മറുപടി, അങ്ങനെയുള്ള ഒരുപാട് ഡോക്യുമെന്റ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് ഞാൻ നടത്തിയ അന്വേഷണത്തിന്റെ നെറ്റ് റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ. നമ്മുടെ രാജ്യത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് തീ പിടിച്ചു, ആ തീപിടുത്തത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള വാർത്തകൾ നമുക്കിപ്പോൾ ഒരു പുതുമയുള്ള വാർത്തയല്ല. കാരണം നമ്മൾ മൊബൈലിലൊക്കെ ഒരുപാട് അങ്ങനത്തെ വാർത്തകൾ കാണുന്നുണ്ട്. നമ്മുടെ ലോകത്ത് വർഷാവർഷം ലക്ഷക്കണക്കിന് കാറുകൾക്ക് തീ പിടിക്കുന്നുണ്ട്. നമ്മൾ അമേരിക്കയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 2 ലക്ഷത്തിന് മുകളിലാണ്. അതായത് ഒരു വർഷം. നമ്മുടെ രാജസ്ഥാന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത UK വർഷാവർഷം 1 ലക്ഷത്തിലേറെ കാറുകൾക്ക് തീപിടിക്കുന്നുണ്ട്. ഞാനൊരു കൗതുകത്തിന് നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷം എത്ര വാഹനത്തിന് തീപിടിക്കുന്നുണ്ട് എന്നുള്ള കണക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഡാറ്റ കിട്ടിയില്ല. എനിക്ക് ആകെ കിട്ടിയത് ടാറ്റ AGയുടെ വെബ്സൈറ്റിലുള്ള ഒരു ചെറിയ ആർട്ടിക്കിളാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2020 കണക്കനുസരിച്ച് കാറിന് തീ പിടിച്ച 1317 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് 2020 1024 മരണം ഈ തീപിടുത്തത്തിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1057 ഇഞ്ചുറീസ്. അതായത് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 3.60 വാഹനങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം തീ പിടിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മൾ UK കണക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ആവറേജ് എന്ന് പറയുന്നത് ഒരു ദിവസം 300 കാറിൽ കൂടുതലാണ്. ഇന്ത്യയിൽ തീ പിടിക്കുന്ന ഈ 3.60 എന്നുള്ള കണക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ തുടർന്ന് കാണുന്നതിൽ വലിയ അർത്ഥമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മുടെ രാജ്യത്ത് വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ വീഴ്ച വരാനുള്ള കാരണം ഇതിനാരും സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. കാരണം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലല്ലേ ഇതിനെ പറ്റിയിട്ടൊക്കെ അന്വേഷണങ്ങൾ നടക്കത്തുള്ളൂ. ഇനി നമുക്ക് കേരളത്തിലോട്ട് വരാം. കേരളത്തിൽ ഒരു വർഷം മുമ്പേ 2023 ഓഗസ്റ്റിൽ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു ചർച്ച വയ്ക്കുകയുണ്ടായി. ഈ ചർച്ചയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നടക്കുന്ന കാർ തീപിടുത്തങ്ങൾ, അതിലൂടെ ആളുകൾ മരണപ്പെടുത്തുന്നത്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ആ മീറ്റിങ്ങിന്റെ അൾട്ടിമേറ്റ് എയിം. ആ മീറ്റിങ്ങിനെ പറ്റിയിട്ട് അന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ഇതിൽ പ്രധാനമായും തീപിടുത്തത്തിനുള്ള കാരണങ്ങളായി പറയുന്നത് പുവർ ഓർ ലാക്ക് ഓഫ് ടൈംലി മെയിൻ്റനൻസ്, ഇല്ലീഗൽ മോഡിഫിക്കേഷൻ, especially with regard to electrical accessories, electric short circuit and fuel line leakage. ഈ പറഞ്ഞ പ്രധാന കാരണങ്ങളാണ് നമ്മളെ നാട്ടിൽ കാറിന് തീപിടിക്കാൻ കാരണം എന്നാണ് MVD പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്തയിൽ മറ്റൊരു കാര്യം പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. മലയോര മേഖലയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം വണ്ടുണ്ട്. ആ വണ്ട് വാഹനത്തിൽ ഉപയോഗിക്കുന്ന എത്തനോളിന്റെ സ്മെല്ല് കാരണം അതിൽ അട്രാക്ട് ആയി ആ വാഹനങ്ങളിലെ ഫ്യൂവൽ ലൈനുകൾ തുറന്ന് ലീക്കേജ് ഉണ്ടാക്കുന്നു. ആ ലീക്ക് തീപിടുത്തത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരള MVDയിലുള്ള മിടുക്കന്മാരാണ് ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല മാനുഫാക്ചേഴ്സിൻ്റെയും ശ്രദ്ധയിൽപ്പെടാത്ത കാര്യം. ഈ കാര്യത്തിനെ കുറിച്ചിട്ട് കേരള MVD ഒരു റിപ്പോർട്ടാക്കിയിട്ട് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, അതായത് മോർത്തിന് അയച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ മാനുഫാക്ചേഴ്സിനെ അറിയിക്കുകയാണെങ്കിൽ, ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിനെ അറിയിക്കുകയാണെങ്കിൽ അവർ പിന്നീട് വാഹനം ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഫ്യൂവൽ പൈപ്പുകൾക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് മാറ്റുവാണെങ്കിൽ ഇങ്ങനത്തെ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. വളരെ നല്ല അപ്രീസിയേഷൻ കിട്ടേണ്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു അപ്രീസിയേഷൻ ഞാൻ തരാൻ ആഗ്രഹിക്കുക. അടുത്തതായി ലോകത്ത് ഏറ്റവും കൂടുതൽ കാറുകൾക്ക് തീ പിടിക്കുന്ന അമേരിക്കയിലെ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷന്റെ NFPAയുടെ റിപ്പോർട്ട് ഒന്ന് നോക്കാം. NFPA എന്നത് 1896 സ്ഥാപിതമായി 127 വർഷത്തെ പാരമ്പര്യം പേറുന്ന ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും സാന്നിധ്യമുള്ള ഒരു അസോസിയേഷനാണ്. അവർ തന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ 1980 മുതൽ 2018 വരെയുള്ള കണക്കുകളാണുള്ളത്. ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ 1980 4,56,000 വാഹനങ്ങൾക്ക് തീ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 2018 അത് 1,81,000 വാഹനമായി കുറഞ്ഞു. ഈ റിപ്പോർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 4,56,000 വാഹനങ്ങൾക്ക് തീ പിടിച്ച് 650 ആളുകൾ മരണപ്പെട്ടപ്പോൾ 2018 1,81,000 വാഹനങ്ങൾക്ക് തീ പിടിച്ച് 490 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ വാഹനങ്ങൾ ഇപ്പോഴുള്ള മോഡേൺ വാഹനങ്ങൾ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളല്ല. ഇപ്പോഴത്തെ വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ്.
അന്നൊക്കെ വാഹനത്തിന് തീ പിടിക്കുന്ന ടൈമിൽ അതിൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ഇറങ്ങി രക്ഷപ്പെടാനുള്ള ടൈം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വാഹനങ്ങളിൽ ഒരു സ്പാർക്ക് ഉണ്ടായില്ല, അത് ആളിപ്പടരാനുള്ള എല്ലാ സിസ്റ്റവും ആ വാഹനത്തിലുണ്ട്. പെട്ടെന്നാണ് തീ വ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാഹനത്തിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാനുള്ള ടൈം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ അടുത്ത് ഒരു കാറിന് തീ പിടിച്ചിട്ട് നമ്മുടെ സീറ്റ് ബെൽറ്റ് ലോക്കായി പോയിട്ട് അത് ഡ്രൈവ് ചെയ്ത ആ മനുഷ്യൻ ആ വാഹനത്തിനുള്ളിൽ വെന്ത് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചൊരു കാര്യമാണ്. നമ്മുടെ ലോകത്ത് എവിടെ പോയാലും ഒരു ഓട്ടോമൊബൈൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആദ്യം പഠിക്കുന്നത് സേഫ്റ്റി പ്രാക്ടീസിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫയർ ഹസാർഡ്. ഒരു തീ ഉണ്ടാവുന്നതിനുള്ള പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫ്യൂവൽ, ഓക്സിജൻ, ഹീറ്റ്. ഈ 3 സംഗതികൾ ഒത്തു വന്നു കഴിഞ്ഞാൽ തീ ഉണ്ടാവും. ഈ ഫ്യൂവൽ എന്നുള്ളതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വണ്ടിയിൽ ഉപയോഗിക്കുന്ന പെട്രോളോ ഡീസലോ CNG അല്ല. ഒരു ഹൈ ഇനഫ് ടെമ്പറേച്ചറും ഓക്സിജനും ഉണ്ടെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള എന്തൊരു വസ്തുവിനെയും ഫ്യൂവലിന് വിളിക്കാം. ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഈ റിപ്പോർട്ടിൽ തീ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്ന റിസോഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ റിപ്പോർട്ടിൽ 1 മുതൽ 7 വരെയുള്ള മൊത്തം 85% തീപിടുത്തത്തിന്റെയും റിസോഴ്സ് ഒന്ന് നോക്കുക. ഇതിൽ അൺക്ലാസിഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ അൺക്ലാസിഫൈഡ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അൺക്ലാസിഫൈഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇലക്ട്രിക്കൽ വയറിംഗ് കമ്പോണൻസ്, ഓൾട്ടർനേറ്റർ, ബാറ്ററി, സ്റ്റാർട്ടിംഗ് മോട്ടോർ, ഫ്യൂസ് ബോക്സ്, ഹീറ്റർ ആൻഡ് കൂളിംഗ് കണ്ടീഷൻ, എക്സോസ്റ്റ് സിസ്റ്റം, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഈ അൺക്ലാസിഫൈഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഈ റിപ്പോർട്ട് പ്രകാരം ഏരിയ ഓഫ് ഫയർ ഒറിജിൻ എവിടെയാണെന്ന് നോക്കാം. അതായത് ഈ വാഹനത്തിൽ എവിടെയാണ് തീ ആദ്യം പടർന്നത്. ഈ റിപ്പോർട്ട് നോക്കിയാൽ കാണാം, ഇതിൽ 63% ഏരിയ എന്ന് പറയുന്നത് എൻജിൻ ഏരിയ ആണ്, 11% പാസഞ്ചർ ഏരിയ, അൺക്ലാസിഫൈഡ് ആയിട്ടുള്ളത് 9%. അടുത്തതായി ഈ വാഹനത്തിൽ തീ പിടിച്ച ആദ്യ വസ്തു എന്താണെന്ന് നോക്കാം. 28% വയർ ഓർ കേബിൾ ഇൻസുലേഷൻസ്, ഫ്ലേമബിൾ ഓർ കമ്പസ്റ്റബിൾ ലിക്വിഡ്സ് 26%, അൺക്ലാസിഫൈഡ് ഐറ്റംസ് 17%, മൾട്ടിപ്പിൾ ഐറ്റംസ് ഫസ്റ്റ് ഇഗ്നൈറ്റഡ് 7%. ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ കാറുകൾക്ക് തീ പിടിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫെയിലിയർ ആണ്. ഇപ്പൊ അമേരിക്കയുടെ റിപ്പോർട്ടാണ് നമ്മൾ നോക്കിയത്. ഈ റിപ്പോർട്ട് പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. അമേരിക്കയെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്, അവർ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് എന്താണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഈ വാഹനങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഫെയിലിയർ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ആക്സസറി ഫിറ്റിംഗ് ആണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരെന്തായാലും എത്തിച്ചേരാൻ ചാൻസ് ഇല്ല. ഇനി നമ്മൾ കേരളത്തിലോട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ വാഹനങ്ങൾക്ക് തീപിടിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആക്സസറി ഫിറ്റിംഗ് ആണ്, അതായത് ഇല്ലീഗൽ ഫിറ്റിങ്സ്. പിന്നെ ഉള്ളത് വണ്ടിന്റെ പ്രശ്നമാണ്. ഈ വണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് വണ്ടിന് പറക്കാനുള്ള ലൈസൻസ് റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്. ലൈസൻസ് റദ്ദ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സഞ്ജു ടെക്കിന്റെ കാര്യം ഓർമ്മ വന്നത്. കാരണം സഞ്ജു ടെക്കിന്റെ ലൈസൻസ് ഇപ്പൊ റദ്ദാക്കിയിരിക്കുകയാണല്ലോ. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നത്. ഇത് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം ആ വാഹനത്തിനെ പറ്റിയിട്ട് ഒരു MVD ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങളുണ്ട്. ആ വീഡിയോ നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഒരു പരീക്ഷ വിട്ടു വരുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ബ്ലോക്ക് ആയി, കാഴ്ചക്കാർ കൂടി. നമ്മുടെ പൊതുവെ നമ്മുടെ നാട്ടിലെ സംവിധാനം അതാണല്ലോ. അവരപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡോർ തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് സംഭരിച്ചിരുന്ന വെള്ളം മുഴുവൻ പൊതുനിരത്തിലേക്ക് ഒന്ന് ഒഴുക്കി വിട്ട് അതിനുശേഷം ഇവർക്ക് ഈ വാഹനത്തിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഡാമേജ് അഗ്രവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയർ ബാഗിൻ്റെ ആണ് ഈ യെല്ലോ എയർ നിങ്ങൾ കാണുന്നത് എയർ ബാഗിൻ്റെ വയറുകളാണ്. ഇതിൻ്റെ മോഡ്യൂൾ, അതായത് ബോഡി കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും, ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ തുടർന്ന് ഈ വാഹനത്തിൻ്റെ അകത്ത് ഈ ഡാമേജ് അഗ്രവേഷൻ്റെ അകത്ത് തീ പിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിൻ്റെ അകത്ത് അതിനപ്പുറത്തേക്കുള്ള ഒരു ഡാമേജിനുള്ള സാധ്യതകൾ. ബാക്കിയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവറുടെ മാത്രം റദ്ദാക്കുന്നതാണ് ശരി. വാഹനം ഓടിക്കുന്നയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണല്ലോ റദ്ദാക്കുന്നത്, കാരണം അയാളാണ് വാഹനം ഓടിച്ചത്. ബാക്കി രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വാഹനത്തിൽ. എന്തുകൊണ്ടെന്നാൽ ആ വാഹനത്തിനകത്ത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ തൽക്കാലം കേടുപാടുകൾ വന്നിട്ടുണ്ട്. തന്നെയല്ല അങ്ങനെ ഉപയോഗിച്ചത് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായിട്ട് ഞാൻ റദ്ദാക്കും. ഈ MVD പറഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ വാഹനത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ആ വാഹനത്തിൽ തീ പിടിച്ചിട്ട് ആ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ പയ്യൻ മരിച്ചുപോയനെ. പക്ഷേ എന്തോ ഭാഗ്യം, അവന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ വാഹനത്തിന് തീ പിടിക്കാതെ സഞ്ജു ടെക്കി രക്ഷപ്പെട്ടത്. ഈ വീഡിയോയിൽ തന്നെ അവസാനം ആ MVD ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഈ വാഹനം ഇനി വസ്തുവിനും കൊള്ളൂല,
ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ വണ്ടി വിട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. ഈ ഒരു വിഷയത്തിൽ MVD ഡിപ്പാർട്ട്മെന്റ് മുൻകൈ എടുത്ത് ആ വാഹനത്തിൽ തീ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെയാണ് ഈ വീഡിയോ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. പലരും ഈ വിഷയത്തെ പറ്റിയിട്ട് ദിവസങ്ങളോളം ചാനലുകൾ അന്തിച്ചർച്ച നടത്തിയത്. ഇത്തരം തോന്നിവാസങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഒരിക്കലും വെച്ചു പുലർത്താൻ പറ്റൂല. ഇതിനെതിരെ MVD നടപടിയെടുത്തത് തികച്ചും അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. തഞ്ചു ടെക്കിയുടെ വാഹനത്തിൽ എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വീഡിയോയിൽ സ്വിമ്മിംഗ് പൂൾ പോലെയൊക്കെ ഉണ്ടാക്കി. പക്ഷേ ആ ഒരു വെള്ളം മാത്രം മതി ആ വാഹനം തീ പിടിക്കാൻ എന്നുള്ളത് MVD ഉദ്യോഗസ്ഥൻ പറയുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2018 കേരള പ്രളയത്തിൽ ദിവസങ്ങളോളം അഴുക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ആയിരക്കണക്കിന് കാറുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 17,000-ലധികം വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതിൽ 90% വാഹനങ്ങളും ഇൻഷുറൻസ് കമ്പനി സാൽവേജ് ലോസ് ചെയ്യപ്പെട്ട വണ്ടികളാണ്. ഇങ്ങനെ ചളിവെള്ളത്തിൽ ദിവസങ്ങളോളം മുങ്ങിക്കിടന്ന വണ്ടികളിൽ ഈ തീ പിടിക്കാനും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് MVD എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഫ്ലഡഡ് കാർ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. മഴക്കാലങ്ങളിലാണ് സാധാരണ പ്രളയം ഉണ്ടാവുന്നത്. ഈ പ്രളയ സമയങ്ങളിൽ ഒരു വാഹനത്തിൽ കയറുന്ന വെള്ളത്തിന്റെ തോതനുസരിച്ചാണ് ആ വാഹനത്തിൽ ഉണ്ടാകുന്ന കേടുപാടുകളുടെ വ്യാപ്തി കണക്കാക്കപ്പെടുന്നത്. ലോകത്താകമാനമുള്ള കാർ നിർമ്മാതാക്കൾ വാഹനത്തിൽ കയറുന്ന വെള്ളത്തിന്റെ തോതനുസരിച്ച് ആ കയറുന്ന വെള്ളം വാഹനത്തിൽ ഉണ്ടാക്കുന്ന കേടുപാടുകളുടെ വ്യാപ്തി അനുസരിച്ച് അതിനെ 4 തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ലെവൽ 1 അല്ലെങ്കിൽ ലെവൽ A എന്ന് പറയുന്നത്. ഇനി ഫ്ലഡ് ലെവൽ 1 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ചില ഓട്ടോമൊബൈൽ കമ്പനികൾ ലെവൽ A എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ പറയുന്നത്. ഇത് വളരെ മൈനർ ആയിട്ടുള്ള ഫ്ലഡ് ആണ്. അതായത് ഒരു വാഹനത്തിന്റെ ഫ്ലോർ ലെവലിലെ ഈ വെള്ളം എത്തുന്നുള്ളൂ. അതായത് നമ്മുടെ വീലിന്റെ പകുതി വരെ. വളരെ ചെറിയ പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടാവുന്നുള്ളൂ. കാർപ്പറ്റൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കേണ്ടി വരും. ചിലപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് മാറേണ്ടി വരും, ABS സെൻസർ മാറേണ്ടി വരും. വലിയ കോസ്റ്റ് വരുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ കമ്പനിയിൽ നിന്ന് നമ്മൾ കമ്പനി പറയുന്ന രീതിയിൽ തന്നെ പ്രോപ്പർലി കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ഇത്തരം വണ്ടികൾ എടുക്കുന്നത് സേഫ് ആണ്. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. ഈ ലെവൽ 2 എന്ന് പറയുന്നത് നമ്മളെ സീറ്റിന്റെ പകുതിയോളം വെള്ളം എത്തും. ഇതിൽ സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നനയും. ഇപ്പം ഓട്ടോമാറ്റിക് സീറ്റുകളൊക്കെ ആണെങ്കിൽ അതിന്റെ മോട്ടോർ കാര്യങ്ങൾ അതിലെല്ലാം വെള്ളം കയറും. ഇലക്ട്രിക്കൽ സർക്യൂട്ടൊക്കെ ഒന്ന് കാര്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ചെറിയ ചെറിയ കമ്പോണൻസ് ഒക്കെ ചിലപ്പോൾ മാറേണ്ടി വരും. ഇതൊക്കെ അത്യാവശ്യം പൈസ ചെലവുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇത് ഇൻഷുറൻസ് കമ്പനിയിൽ തന്നെ ക്ലെയിം ചെയ്തിട്ട് റിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കമ്പനി മാറ്റാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ അത്തരം വണ്ടികൾ എടുക്കുന്നതിനെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ലെവൽ 2 കാറ്റഗറിയിലുള്ള വണ്ടികൾ. ഇനി അടുത്ത 2 ലെവൽസ് ആണ് മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള 2 ലെവൽസ്. ലെവൽ 3 ആൻഡ് ലെവൽ 4. CD എന്നും പറയും ഇതിനെ. ഇതിൽ C എന്ന് പറയുന്നത്, ലെവൽ 3 എന്ന് പറയുന്നത് ഡാഷ്ബോർഡ് ലെവലിൽ വെള്ളം കയറുന്നതും ലെവൽ D എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റൂഫിന്റെ ലെവലിൽ വെള്ളം കയറുന്നതുമാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ലെവൽ 3, ലെവൽ 4 കാറ്റഗറിയിലുള്ള കാറുകളാണ്. 2018 ഈ 2 കാറ്റഗറിയിലുള്ള കാറുകളായിരുന്നു നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിന്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല കാർ ഡീലർഷിപ്പുകളിലും പുത്തൻ പുതിയ രജിസ്ട്രേഷൻ പോലും ചെയ്യാത്ത വാഹനങ്ങൾ, ഒരുപാട് യൂസ്ഡ് കാറുകൾ, അല്ലാതെ വീടുകളിൽ കിടക്കുന്ന കാറുകൾ, ഇതെല്ലാം ലെവൽ 3, ലെവൽ 4 കാറ്റഗറിയിൽ കംപ്ലീറ്റ്ലി മുങ്ങിപ്പോയ വണ്ടികളാണ്. ഇത്തരം വാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കമ്പനിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കമ്പനി അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ എടുക്കും. അതായത് ആ വണ്ടി തിരിച്ച് ആ ലെവലിലേക്ക്, അതായത് സേഫ്റ്റി ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എത്രത്തോളം കമ്പോണൻസ് മാറേണ്ടി വരും എന്നുള്ളത് നോക്കും. കാരണം എന്തായാലും ഇലക്ട്രിക്കൽ സിസ്റ്റം കംപ്ലീറ്റ് ഓവറോൾ ചെയ്യേണ്ടി വരും. ഇപ്പം എഞ്ചിൻ ആണെങ്കിലും ട്രാൻസ്മിഷൻ ആണെങ്കിലും ഇതൊക്കെ ചിലപ്പോൾ മാറേണ്ടി വരും, അല്ലെങ്കിൽ ഓവറോൾ ചെയ്യേണ്ടി വരും. ഒരുപാട് കമ്പോണൻസിനെ ഇത് ഫെയിലിയർ ആക്കും. ഈ 2 ലെവലിലും വെള്ളം കയറിയ വണ്ടികൾ ലെവൽ 3 ആൻഡ് ലെവൽ 4, ലെവൽ C അല്ലെങ്കിൽ ലെവൽ D, ഇത്തരം വണ്ടികൾ OEM കമ്പനിയിൽ, അതായത് കമ്പനി ഡീലർഷിപ്പുകളിൽ റിപ്പയറിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ആ വണ്ടീൻ്റെ എസ്റ്റിമേഷൻ എടുത്തതിന് ശേഷം ഇൻഷുറൻസ് കമ്പനീൻ്റെ അടുത്ത് അത് ടോട്ടൽ ലോസ് ആക്കിക്കൊള്ളാൻ വേണ്ടി പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി റിപ്പയർ ചെയ്ത് ഒരു സേഫ് കാറാക്കി മാറ്റാനുള്ള ചെലവ് എല്ലാം കൂടെ പണിയെടുത്ത് വരുമ്പോൾ ഈ വണ്ടിയുടെ മാർക്കറ്റ് വിലനെക്കാട്ടും മുകളിൽ പോകും. അപ്പോൾ സാധാരണ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി റിപ്പയർ ചെയ്തെടുക്കാനുള്ള കോസ്റ്റ് ആ വണ്ടിയുടെ ഇൻഷുറൻസ് IDVന്റെ 75% കൂടുമ്പം ഈ വണ്ടീനെ ടോട്ടൽ ലോസ് ചെയ്യാറാണ് പതിവ്. കാരണം ഈ 2 ലെവലിലുള്ള വണ്ടികൾക്ക് മേജർ മെക്കാനിക്കൽ റിപ്പയറോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റോ വേണ്ടി വരും. ഇത്തരം വണ്ടികളുടെ എഞ്ചിൻ ആൻഡ് ട്രാൻസ്മിഷൻ ഒന്നെങ്കിൽ റീബിൽഡ് ചെയ്യേണ്ടി വരും, ഓവറോൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും. ഇത്തരം വണ്ടികളിലെ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് സിവിയർ ഫെയിലിയർ സംഭവിക്കും. ഇത്തരം വണ്ടികളുടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയറിന് എക്സ്റ്റെൻസീവ് ഡാമേജ് സംഭവിക്കും. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ റസ്റ്റും കൊറോഷനും ഇത്തരം വാഹനങ്ങൾക്ക് ഉണ്ടാവും. ഒരു കാർ നിർമ്മാണ കമ്പനി അവരുടെ ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ അവരുടെ ഒരു വാഹനം ഇതുപോലെ വെള്ളം കയറിയിട്ട് ചെല്ലുന്ന ടൈമിൽ, ഇപ്പൊ ലെവൽ 3, ലെവൽ 4 കാറ്റഗറിയുള്ള വാഹനമാണെങ്കിൽ
അവർ കുറേ ഘടകങ്ങൾ മാറാൻ പറയും. അവരെന്തിനാ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനം യൂസ് ചെയ്യുന്ന കസ്റ്റമറുടെ അല്ലെങ്കിൽ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ സേഫ്റ്റി മുൻനിർത്തിയിട്ടാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനം ഒരു സേഫ് കാറെന്ന് അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത്തരം വാഹനങ്ങളെ രണ്ടാമതും ഒരു സേഫസ്റ്റ് കാർ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ചെലവ് ആ വണ്ടിയുടെ ഇൻഷുറൻസ് IDVന്റെ 75% കൂടുന്ന ടൈമിലാണ് അവർ ഈ വണ്ടി ടോട്ടൽ ലോസ് ചെയ്യുന്നത്. അതായത് ഇൻഷുറൻസ് കമ്പനി ഈ വണ്ടി ടോട്ടൽ ലോസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരു വാഹനം ടോട്ടൽ ലോസ് ചെയ്യുകയാണെങ്കിൽ ആ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ അതോറിറ്റി, അതായത് അതാത് RTOയിൽ പോയിട്ട് ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം. പിന്നെ ആ വണ്ടി സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. പക്ഷേ ഇൻഷുറൻസ് കമ്പനി അവരുടെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി ഇത്തരം വാഹനങ്ങൾ ഒരിക്കലും ടോട്ടൽ ലോസ് ചെയ്യുന്നില്ല. അവരിതിനെ സാൽവേജ് ലോസ് ചെയ്യുന്നു. അതായത് ഈ വണ്ടിയെ സാൽവേജ് ലോസ് ആക്കി കണക്കാക്കി ഈ വാഹനങ്ങൾ മറ്റുള്ള കാർ ഡീലേഴ്സിന് കൊടുക്കുന്നു. അതായത് ഇത്തരം വെള്ളം കയറിയ വണ്ടികൾ എടുത്ത് കൈകാര്യം ചെയ്യുന്ന, മറച്ചു വിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. അവർ ഈ വാഹനങ്ങൾ എടുത്തതിന് ശേഷം അവരുടെ തന്നെ ലോക്കൽ നെറ്റ്വർക്കിലുള്ള വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോയി ആ വണ്ടിയിലെ കമ്പോണൻസ് എല്ലാം കൂടെ ഉണക്കിയെടുത്ത് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റൂല എന്നുള്ള പാർട്സുകൾ മാത്രം അവർ മാറി ആ വണ്ടീനെ റോട്ടിൽ ഓടാൻ പറ്റുന്ന പരുവത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. ഇങ്ങനെ തട്ടിക്കൂട്ട് പണികളൊക്കെ എടുത്ത് ഓടാൻ പറ്റുന്ന പരുവത്തിലാക്കുന്ന വാഹനങ്ങൾ അവരുടെ തന്നെ മറ്റൊരു കച്ചവട നെറ്റ്വർക്ക് വഴി നമ്മുടെ നാട്ടിൽ വിൽപ്പന ചെയ്യപ്പെടുന്നു. ഈ വാഹനങ്ങൾ എടുക്കുന്ന 90% ആളുകൾക്കും അറിയില്ല ഈ വാഹനങ്ങൾ വെള്ളം കയറിയ വാഹനങ്ങളാണെന്നുള്ളത്. ഇതിനുള്ളൊരു ഉത്തമ തെളിവാണ് ഞാൻ 9 മാസം മുമ്പ് ചെയ്തൊരു വീഡിയോ. ഈ കോഴിക്കോട് കിടക്കുന്ന ഞാൻ മാവേലിക്കരയിൽ, ആലപ്പുഴയിലെ മാവേലിക്കരയിൽ വെട്ടിയാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വണ്ടി തപ്പിപ്പോകുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നത് അവർ ആ വാഹനം എടുത്ത് കുറെ കാലത്തിന് ശേഷമാണ് അത് വിൽക്കുന്ന ടൈമിലാണ് അവർക്ക് മനസ്സിലായത് അതൊരു ഫ്ലഡഡ് വണ്ടിയായിരുന്നു എന്നുള്ളത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് കാണാവുന്നതാണ്. ഇൻഷുറൻസ് കമ്പനി ടോട്ടൽ ലോസിന് പകരം സാൽവേജ് ലോസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. വിത്ത് RC ആണ് അവർ ഇങ്ങനത്തെ കച്ചവട നെറ്റ്വർക്ക് ടീമിന് കൊടുക്കുന്നത്. അങ്ങനെ ഇൻഷുറൻസ് കമ്പനിക്ക് അവരുടെ നഷ്ടം കുറയ്ക്കാൻ പറ്റും. ഒരു യൂസ്ഡ് കാറിന്റെ പിന്നിലെ കഥകൾ അറിയാതെ, താൻ എടുക്കുന്ന വാഹനം ഫ്ലഡഡ് ആണെന്നുള്ള സത്യാവസ്ഥ അറിയാതെ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പണനഷ്ടം മാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും വലുതെന്ന് പറയുന്നത് ജീവഹാനിയാണ്. എൻ്റെ പഠനപ്രകാരം ഇത്തരം കാറുകൾ 100% തീ പിടിക്കാൻ സാധ്യതയുള്ള വാഹനങ്ങളാണ്. പക്ഷെ ഇതിനെപ്പറ്റി ഈ വണ്ടി എടുക്കുന്ന സാധാരണക്കാരന് അറിയില്ല. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാര്യമായിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നടക്കുന്നത് ഇനീഷ്യൽ ഫ്ലഡിംഗ് ആണ്. ഇനീഷ്യൽ ഫ്ലഡിങ്ങിൽ ലെവൽ 3, ലെവൽ 4 കാറ്റഗറിയിൽ വെള്ളം കയറുമ്പോൾ വാഹനത്തിന്റെ വയറിംഗ് ഹാർനസ്, കണക്ടറുകൾ, ഇൻസുലേഷനുകൾ ഇവയിൽ എളുപ്പത്തിൽ വെള്ളത്തിന് കടക്കാൻ സാധിക്കും. അതിന് കാരണം കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. വയറിംഗിലും കണക്ടറുകളിലും വളരെ സൂക്ഷ്മമായ ഇടങ്ങളിൽ വെള്ളം കാപ്പിലറി ആക്ഷൻ വഴി നുഴഞ്ഞു കയറും. അതിൽ എന്തൊക്കെ ഡ്രൈവിംഗ് മെത്തേഡ് ഉപയോഗിച്ചാലും ഈ ഈർപ്പത്തിനെ പൂർണ്ണമായി നീക്കം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തതായി കാറിലെ കമ്പോണൻസിലൊക്കെ സംഭവിക്കുന്ന കറോഷൻ ആൻഡ് ഡീഗ്രഡേഷൻ ആണ്. ഇലക്ട്രോലൈറ്റിക് കറോഷൻ എന്താ നോക്കാം. നമ്മുടെ കാറിൽ കയറുന്ന വെള്ളം കലക്ക് വെള്ളമോ അല്ലെങ്കിൽ ഉപ്പ് കലർന്ന വെള്ളമോ ആണെങ്കിൽ ഇതൊരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതൊരു സ്ലോ ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അടുത്തത് ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആണ്. വയറിങ്ങിലെ വെള്ളത്തിന്റെ സാന്നിധ്യം അതിന്റെ ഇൻസുലേഷൻ മെറ്റീരിയൽസിനെ കാലക്രമേണ നശിപ്പിക്കും. കാലക്രമേണ ഈ ഇൻസുലേഷന്റെ കവറിങ്ങുകൾ പൊട്ടാനും ഇളകി പോകാനും കാരണമാകും. ഇനി ഇത്തരം വയറിംഗ് സർക്യൂട്ടുകളിൽ എങ്ങനെയാണ് കണ്ടക്റ്റീവ് പാത്തുകൾ രൂപപ്പെടുന്നത് നോക്കാം. ഇതിന് റെസിഡ്യൂ ഡെപ്പോസിഷൻ എന്നാണ് പറയുന്നത്. ഒരു കാറിന്റെ വയറിംഗ് സർക്യൂട്ടിലെ കപ്ലറുകളിലും വയറിംഗ് ജോയിന്റുകളിലും ഉള്ള വെള്ളം ഉണങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഉണക്കുമ്പോൾ മിനറലുകൾ, സോൾട്ട് തുടങ്ങി കണ്ടക്റ്റീവ് റെസിഡ്യൂകൾ വയറിംഗിന്റെയും കണ്ടക്ടറുകളുടെയും ഉപരിതലത്തിൽ അവശേഷിക്കും. ഇങ്ങനെയാണ് ഒരു വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കണക്ടറുകൾക്കിടയിൽ റെസിഡ്യൂ ഡെപ്പോസിഷൻ സംഭവിക്കുന്നത്. അടുത്തത് മെറ്റൽ ഓക്സൈഡുകളാണ്. കറോഷൻ മെറ്റൽ ഓക്സൈഡുകൾ ഉണ്ടാക്കും. ഇത് പലപ്പോഴും കണ്ടക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വയറിംഗ് സർക്യൂട്ടുകൾക്കിടയിലും കണക്ടറുകൾക്കിടയിലും അൺഇൻറ്റൻഡഡ് ആയിട്ടുള്ള കണ്ടക്റ്റീവ് പാത്തുകൾ ക്രിയേറ്റ് ചെയ്യും. അടുത്തതായി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അതായത് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ്. അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ ഒരു മെറ്റീരിയലിന്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും കാരണമാവുമെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇത്തരം ആക്ഷൻസ് റെസിഡ്യൂ ഡെപ്പോസിഷൻ സംഭവിച്ച പ്രൊട്ടക്റ്റഡ് ഭാഗങ്ങളെ കൂടുതൽ എക്സ്പോസ്ഡ് ആക്കും.
അന്തരീക്ഷത്തിൽ ഉയർന്ന ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്ന സമയങ്ങളിൽ പൂർണ്ണമായി ഡ്രൈ ആകാത്ത പ്രതലങ്ങളിൽ മോയ്സ്ചർ കൊണ്ടുവരും. ഈ കറോഷൻ ഡീഗ്രഡേഷൻ പ്രക്രിയ വാഹനത്തിൽ കുറച്ചു കാലങ്ങളോളം തുടരും. ഇനി പറയുന്നത് ഇത്തരം വാഹനങ്ങളിൽ ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിക്കുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. വയറിംഗ് ഡിറ്റീരിയറേഷൻ, കറോഷൻ, റെസിഡ്യൂ ബിൽഡപ്പ്, ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ തുടങ്ങിയവയുടെയൊക്കെ ഫലമായി ആ വാഹനത്തിന്റെ വയറിങ്ങും കണക്ടറുകളും ദുർബലപ്പെടും. അങ്ങനെ ദുർബലപ്പെട്ട് കിടക്കുമ്പോൾ ഇൻസുലേഷനുകളിൽ ക്രാക്കുകൾ വരാം, ഗ്യാപ്പുകൾ വരാം, അനാവശ്യ സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി കോണ്ടാക്റ്റുകൾ ഓപ്പൺ ആവാം. ഇന്ത്യയിലെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അമേരിക്കയിലുള്ളതുപോലുള്ള ഹ്യൂമിഡിറ്റി അല്ല, താരതമ്യേന വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ ഉയർന്ന ഹ്യൂമിഡിറ്റി വയറിംഗ് സർക്യൂട്ടുകളിലെയും കണക്ടറുകളിലെയും മോയ്സ്ചർ റിയാക്ടിവേഷൻ ഉണ്ടാക്കി അപകടകരമായ കൂടുതൽ കണ്ടക്റ്റീവ് പാർട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി കത്താൻ വേണ്ടത് വെറും സ്പാർക്ക് മാത്രമാണ്. അതിലേക്ക് വഴിവെക്കുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു വാഹനത്തിന്റെ വയറിംഗ് സർക്യൂട്ടുകളിൽ കണ്ടക്റ്റീവ് പാത്തുകൾ വർദ്ധിക്കുകയും ഇൻസുലേഷൻ ദുർബലമാവുകയും ചെയ്യുമ്പോൾ വൈദ്യുതി ആ വാഹനത്തിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഡിസൈൻ ചെയ്ത പ്രകാരം അത് പോകേണ്ടുന്ന പാത്ത് ഒഴിവാക്കി മറ്റു വഴികളിലൂടെ പോകാൻ തുടങ്ങും. ഇങ്ങനെയുള്ള അൺഇൻറ്റൻഡഡ് റൂട്ട്സ് സിഗ്നിഫിക്കൻ്റ് ആയ വോൾട്ടേജ് ഡിഫറൻസ് ഉള്ള പോയിന്റുകളുമായിട്ട് കണക്ട് ആവുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. സ്പാർക്കിംഗ്, ഹീറ്റിംഗ്, ഫെയർ ഹസാർഡ് ഉണ്ടാവുന്നു. സ്വാഭാവികമായി തീപിടിക്കുന്നു. ഇതാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി നമ്മുടെ കേരള MVD എപ്പോഴും പറയുന്ന ആക്സസറി ഫിറ്റ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന തീപിടുത്തം എന്താണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്വാളിറ്റി ഓഫ് വയറിംഗ് ആണ്. അതായത് നിലവാരം കുറഞ്ഞ വയറുകൾ. ഇത്തരം വയറുകൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഇത് പെട്ടെന്ന് ചൂടാവാനും കത്തിപ്പോവാനും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അടുത്തതായി ഇൻസുലേഷൻ ഫെയിലിയർ ആണ്, അതായത് ഫോൾട്ടി ഇൻസുലേഷൻസ്. ഇത്തരം ഇൻസുലേഷൻസ് കാലപ്പഴക്കം കൊണ്ടും വിയർ ആൻഡ് ടിയർ കൊണ്ടും ഡീഗ്രേഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനും തീപിടുത്തത്തിലേക്കും നയിക്കും. അടുത്തത് ഓവർലോഡിംഗ് ആണ്. ഇൻകറക്റ്റ് കണക്ഷൻസ് വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഓവർലോഡ് കൊടുക്കും. ഇത് വയറിംഗ് സിസ്റ്റം ചൂടാകാനും തീപിടുത്തത്തിലേക്കും നയിക്കും. ഇനി അടുത്തത് ഇംപ്രോപ്പർ ഇൻസുലേഷൻസ് ആണ്. അത് ശരിക്കും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഒരു വർക്ക് ചെയ്യുന്ന ടൈമിൽ സംഭവിക്കുന്നതാണ്. അതായത് ഇൻസുലേഷൻസ് ഒന്നും പ്രോപ്പർ ആവില്ല, ഇത് ഊരിപ്പോവാനും ലൂസാവാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിക്കും. ചിലർ വയറിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ആവശ്യത്തിൽ കൂടുതൽ വയർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാൻ ഈ ഇൻസുലേഷനെ പറ്റിയിട്ടൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഇൻസ്പെക്ഷൻ ടീം യൂസ്ഡ് കാറുകൾ ഇൻസ്പെക്ട് ചെയ്യുന്ന ടൈമിൽ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം ആക്സസറി ഫിറ്റ്മെന്റ് കൊണ്ടുണ്ടാവുന്ന തീപിടുത്ത പ്രശ്നങ്ങളൊക്കെ ഒരു പ്രൊഫഷണലിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എല്ലാം സേഫാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിലെ ഒരു കാറിന് തീ പിടിച്ചാൽ അതിനുള്ള പ്രധാന കാരണം ഒന്നെങ്കിൽ ആക്സസറി ഫിറ്റിങ് അല്ലെങ്കിൽ ഫ്യൂവൽ ലീക്കേജ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടിൻ്റെ കഥ എക്സാമ്പിൾ. അത് മാത്രമല്ല കാരണം എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ഞാൻ MVDൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിൽ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതായത് വണ്ടി ഫിറ്റാണോ, റോട്ടിൽ ഇറക്കാൻ പറ്റുമോ, വണ്ടി ഉപയോഗിക്കുന്ന ആൾക്ക് അപകടം പറ്റുമോ, അല്ലെങ്കിൽ ആ വണ്ടി ഇടിച്ച് വേറെ ആർക്കെങ്കിലും അപകടം പറ്റുമോ, അവൻ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇൻഷുറൻസ് കമ്പനി ടോട്ടൽ ലോസ് ചെയ്ത് സ്ക്രാപ്പ് ആക്കേണ്ട വാഹനം, അതായത് സേഫ്റ്റി എന്ന് പറയുന്നത് വട്ടപൂജ്യമായിട്ടുള്ള വാഹനം തിരിച്ച് റോട്ടിൽ ഇതേപോലെ വരുന്ന ടൈമിൽ ഇവിടെ പല പാവപ്പെട്ട ആളുകൾ ഇത്തരം വാഹനങ്ങൾ വാങ്ങിയിട്ട് പെട്ടിട്ടുണ്ട്. ആ വാഹനങ്ങളുടെ സേഫ്റ്റി ചെക്ക് ചെയ്യാൻ, അതായത് റോഡ് സേഫ് ആയിട്ടുള്ള വാഹനമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ? ഞാൻ MVDക്ക് ഒരു ചലഞ്ച് വെക്കാം. ഞാനൊരു വർഷത്തിലധികമായിട്ട് നടത്തിയിരിക്കുന്ന എൻ്റെ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും തെറ്റാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. 2018 ഫ്ലഡിൽ 17,000-ലധികം വാഹനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് കണക്ക്. നിങ്ങളതൊക്കെ വിട്ടേര്. നിങ്ങൾ ഇൻഷുറൻസ് കമ്പനി ആ കാലഘട്ടത്തിൽ ടോട്ടൽ ലോസ് ചെയ്തിരിക്കുന്ന ഒരു 100 വണ്ടികൾ, വെറും 100 വണ്ടികൾ നിങ്ങൾ ഫിസിക്കലി ഇൻസ്പെക്ട് ചെയ്യാം. അതിൻ്റെ വയറിംഗ് സർക്യൂട്ട് എന്താണ് സ്ഥിതി, ആ വാഹനത്തിലെ ഇപ്പോഴത്തെ ഇലക്ട്രിക്കൽ കമ്പോണൻസിന്റെ അവസ്ഥ എന്താണ് എന്ന് ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന തിയറിയും ശാസ്ത്രവും എല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ ഒരു 10 വണ്ടിയെങ്കിലും മിനിമം പരിശോധിച്ച് നോക്കിയാലേ ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. താൻ ഉപയോഗിക്കുന്ന വണ്ടി വെള്ളം കയറി ടോട്ടൽ ലോസ് ചെയ്ത വാഹനമാണെന്ന് അറിയാതെ ഉപയോഗിച്ച് നടക്കുന്ന ഓരോ മലയാളിയും അവൻ ഓടിച്ചുകൊണ്ട് നടക്കുന്ന വാഹനം ഒരു ആറ്റം ബോംബാണെന്ന് ഞാൻ പറയും. എപ്പോൾ വേണമെങ്കിലും കത്തിച്ചാമ്പലാവാം. 2018 ഫ്ലഡിലോ 2019 ഫ്ലഡിലോ മാത്രമല്ല നമ്മുടെ നാട്ടിൽ കാറുകൾ വെള്ളം കയറി ടോട്ടൽ ലോസ് ചെയ്യുന്നത്. വർഷാവർഷം 100-ലേറെ വാഹനങ്ങൾ ഇതുപോലെ വെള്ളം കയറി ടോട്ടൽ ലോസ് ചെയ്യുന്നുണ്ട്. 2018-ലും 2019-ലും ഇത് കുറച്ച് കൂടുതലായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം വാഹനങ്ങൾ റോഡിൽ ഓടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളുടെ ലൈഫ് സേഫ് ആണോ എന്ന്
ഗവൺമെന്റ് ചെക്ക് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ടോ? അതിനൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടോ? ഞാൻ MVDന്റെ അടുത്ത് മിനിമം കോമൺ സെൻസ് ഉള്ള ഒരാൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സഞ്ജു ടെക്കി അവന്റെ വാഹനത്തിൽ നിറച്ചിട്ടുണ്ടായിരുന്നത് ശുദ്ധജലമാണ്. അതുകൊണ്ടാണ് അവൻ ആ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിച്ച് നടന്നത്. ശുദ്ധജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ വെള്ളം എന്നാണ് അർത്ഥം. എന്നിട്ട് വരെ ആ വാഹനത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എയർ ബാഗ് ഡീപ്ലോയ് ചെയ്യും. ആ എയർ ബാഗ് ഓപ്പൺ ആയി കിടക്കുന്നതിന്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ വാഹനങ്ങളിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ABS, EBD, എയർ ബാഗ്, സീറ്റ് ബെൽറ്റ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2018 പ്രളയത്തിൽ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന വണ്ടികൾ അത് മലിനജലത്തിലാണ് കിടന്നത്. മലിനജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലക്കുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അയൺ കണ്ടൻസും മിനറൽസും ഉള്ള കണ്ടക്ടിവിറ്റി കൂടിയ വെള്ളം. ഈ വണ്ടികളൊക്കെ നന്നാക്കി എടുക്കാനുള്ള ചെലവ് ആ വണ്ടീൻ്റെ വിലനെക്കാട്ടും മുകളിലോട്ട് പോകുന്നുള്ളത് കൊണ്ടാണ് ഈ വണ്ടികൾ ഇൻഷുറൻസ് കമ്പനി സാൽവേജ് ലോസ് ചെയ്തിട്ട് കച്ചവടക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടികൾ തട്ടിക്കൂട്ട് പണിയെടുത്തിട്ട് വീണ്ടും നിരത്തിൽ ഇറങ്ങുന്ന ടൈമിൽ റോഡിൽ സേഫ്റ്റി 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 എന്ന് പറഞ്ഞിട്ട് അഘോരാതം പ്രസംഗിക്കുന്ന MVD, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ വണ്ടികളിൽ ഈ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുമോ? ഒരു വണ്ടി, ഫ്ലഡഡ് വണ്ടി എടുത്തൊരാള്, അത് അയാൾ അറിഞ്ഞിട്ടായിരിക്കില്ല എടുത്തിരിക്കുക. ആ വണ്ടി ഒരു പാനിക് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിൽ ABS ട്രിഗർ ആവുമോ? വണ്ടി നിൽക്കുമോ? ഈ ഫ്ലഡഡ് വണ്ടി ഒരു അപകടത്തിൽ പെടുകയാണെങ്കിൽ ആ അപകടത്തിൽ എയർ ബാഗ് ഓപ്പൺ ആവുമോ? സീറ്റ് ബെൽറ്റ് ലോക്കായി പോകുമോ? നമ്മുടെ കോഴിക്കോട് ഒരു വാഹനത്തിന് തീ പിടിച്ച ടൈമിൽ ആ വാഹനത്തിലെ സീറ്റ് ബെൽറ്റ് ലോക്കായി പോയിട്ട് അതിന്റെ ഡ്രൈവർ ആ വാഹനത്തിൽ കടന്നിട്ട് കത്തി മരിക്കുന്നത്, വെന്ത് മരിച്ചത് നമ്മൾ കണ്ടതാണ്. ഞാൻ അതുകൊണ്ട് ചോദിക്കുക MVDയുടെ അടുത്ത്, 1000-ലേറെ വാഹനങ്ങൾ, 10,000-ലേറെ വാഹനങ്ങൾ വെള്ളം കയറിയത് നമ്മുടെ നാട്ടിലുണ്ട്. ഇൻഷുറൻസ് കമ്പനി ഒരു വസ്തുനം കൊള്ളാണ്ട് ആക്രിക്ക് കൊടുക്കേണ്ട വണ്ടികൾ, ഈ ആക്രിക്ക് കൊടുക്കേണ്ട ക്വാളിറ്റി ഉള്ള ആക്രി വിലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ വണ്ടികൾ വീണ്ടും നിരത്ത് ഇറങ്ങുന്ന ടൈമിൽ ജനങ്ങളുടെ സേഫ്റ്റി സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ആ സേഫ്റ്റി ഉറപ്പുവരുത്താനുള്ളൊരു സിസ്റ്റം MVDക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തേ മിണ്ടാട്ടം മുട്ടിപ്പോയി MVDക്ക്? സാറന്മാരെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഒരു വണ്ടി ഇൻഷുറൻസ് കമ്പനി സാൽവേജ് ലോസ് ചെയ്യുന്നത്? ആ വണ്ടി പൂർവ്വസ്ഥിതിയിലാക്കാൻ ആ വണ്ടിനെക്കാട്ടും ചെലവ് വരുന്നുള്ളത് കൊണ്ടല്ലേ? അതായത് IDVന്റെ 75% കൂടുതൽ വരുന്നുള്ളത് കൊണ്ടല്ലേ? ഇത്തരം വാഹനങ്ങൾ വീണ്ടും നിരത്തിൽ ഇറങ്ങുന്ന ടൈമിൽ അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആരാ? ഈ റോഡിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെയും റോഡ് ഉപയോഗിക്കുന്ന ആളുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആരാ? ഈ യൂസ്ഡ് കാർ ഇൻസ്പെക്ട് ചെയ്ത് നടക്കേണ്ട സുരേഷ് ഡ്രൈവ്സിലെ സുരേഷ് ആണോ? അല്ലെങ്കിൽ MVD ആണോ? ആരാ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? ഇതിൻ്റെ അക്കൗണ്ടബിൾ പേഴ്സൺ ആരാണ്? ഒന്ന് മറുപടി പറഞ്ഞാട്ടെ MVD. ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ, അയാൾ ഒരു യൂസ്ഡ് കാർ എടുക്കുന്ന ടൈമിൽ ആ വാഹനം മുമ്പേ വെള്ളം കയറിയിട്ട്, അതായത് ഫ്ലഡ് ആയിട്ട് ടോട്ടൽ ലോസ് ചെയ്തതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ ആക്സിഡന്റിൽ പെട്ടിട്ട് ടോട്ടൽ ലോസ് ചെയ്തതാണോ, അതറിയാനുള്ള ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും നിറവേറ്റാൻ പറ്റുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടോ സാറേ? ഉണ്ടോ? അത് അറിഞ്ഞുകൊണ്ട് അയാൾ വണ്ടി എടുക്കുകയാണെങ്കിൽ പോട്ടെ. ഇപ്പൊ ഒരു യൂസ്ഡ് കാർ എടുത്തിരിക്കുന്ന ഒരു കസ്റ്റമർ, അയാൾക്കറിയാം ആ വണ്ടി ഫ്ലഡഡ് ആണെന്നുള്ളത്. അയാൾ ആ ഒരു വണ്ടി എടുത്തിട്ട് അയാൾ എന്തെങ്കിലും അപകടത്തിൽ പെടുകയാണെങ്കിൽ പ്രശ്നമില്ല, അയാൾ അറിഞ്ഞുകൊണ്ടാണല്ലോ എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ മദ്യം വെക്കുന്നുണ്ട്, പുകയില വെക്കുന്നുണ്ട്. പുകയില എന്ന് പറഞ്ഞാൽ സിഗരറ്റുകൾ വെക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മുകളിലൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, സിഗരറ്റ് വലി നിങ്ങളെ കൊല്ലും, ടൊബാക്കോ കിൽസ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അയാൾ ആ സാധനം ഉപയോഗിച്ചിട്ട് അയാൾ ചത്തുപോവുകയാണെങ്കിൽ അയാൾക്ക് പോയി, അയാളെ കുടുംബത്തിന് പോയി. അങ്ങനെ കരുതേണ്ട ആവശ്യമുള്ളൂ. കാരണം അതിൻ്റെ മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇത് അറിയാനുള്ളൊരു മാർഗം പോലും നമ്മുടെ നാട്ടിലില്ല. അതായത് ആ എടുക്കുന്ന വാഹനം ടോട്ടൽ ലോസ് ആണോ? കാരണം ഇതിലെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ് സാറേ. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ഫ്ലഡഡ് വണ്ടി ഒരാൾ എടുക്കുന്നത് നല്ല വണ്ടിയുടെ മാർക്കറ്റ് വില കൊടുത്തിട്ടാണ്. അതിനുള്ളൊരു ലൈവ് എക്സാമ്പിൾ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. 9 മാസം മുമ്പ് ചെയ്ത വീഡിയോ ഇപ്പോഴും എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു നോക്ക്. അവരെടുത്തിരിക്കുന്നത് നല്ല വണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ വണ്ടി എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ആയിരക്കണക്കിന് പാവപ്പെട്ട ആളുകളെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അറിയില്ല അവർ ഉപയോഗിക്കുന്ന വണ്ടി ഫ്ലഡഡ് വണ്ടിയാണോ അല്ലെങ്കിൽ വലിയ മേജർ ആക്സിഡന്റ് പറ്റി ടോട്ടൽ ലോസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണോ എന്ന് അവർക്ക് അറിഞ്ഞൂടാ. അത് അറിയാനുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. ഇതൊക്കെ ആരുടെ അക്കൗണ്ടബിലിറ്റി? ഇതൊക്കെ ആരാ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളുകൾ? ഞങ്ങളാണോ? ഇവിടുത്തെ ജനങ്ങളാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റൂ. MVD വിചാരിച്ചാലേ ഇതിനൊക്കെ ഒരു മാറ്റം വരത്തുള്ളൂ. ഈ രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാറേ ഏതാ ഇങ്ങനെ നടക്കുന്നുണ്ട്, സാറേ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കത്തുകൾ അയക്കുന്നതും ലെറ്ററുകൾ അയക്കുന്നതും ഇങ്ങനെ ഒരു വീഡിയോ പോലും ചെയ്യുന്നത്.
നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇതിനുള്ള മാറ്റങ്ങൾ വരേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ വെള്ളം കയറി നശിച്ചുപോയ 17,000 വണ്ടികൾ കുഴിച്ചു മൂടാനോ കടലിൽ കൊണ്ടുപോയി മുക്കിക്കളയാനോ പറ്റത്തില്ല സാറേ. പക്ഷേ ഈ വാഹനങ്ങൾ എടുക്കുന്ന കസ്റ്റമർക്ക് അത് അറിയാനുള്ളൊരു അവകാശമുണ്ട്. അവർ ഉപയോഗിക്കുന്ന ഈ വാഹനം ഇത്രയും റിസ്ക് പിടിച്ചൊരു വാഹനമാണെന്നുള്ളത്. ആ റിസ്ക് അവർ ബെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരങ്ങനെ വണ്ടി എടുത്തോട്ടെ, അതിന് കുഴപ്പമില്ല. നമ്മുടെ രാജ്യത്ത് ഒരു യൂസ്ഡ് കാർ എടുക്കുന്ന ഒരാൾക്ക് ആ വണ്ടിയുടെ പ്രീവിയസ് ഹിസ്റ്ററി എന്തായിരുന്നു എന്ന് അറിയാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല. അതുപോലും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല. എന്നിട്ടാണ് നമ്മൾ ഈ റോട്ടിൽ ഇറങ്ങിയിട്ട് സേഫ്റ്റി 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 എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നത്. എന്ത് സേഫ്റ്റി സാറേ? ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്, ഒരു കാർ എടുക്കുന്നവൻ്റെ ഒരു അടിസ്ഥാന ആവശ്യമാണ് ആ വണ്ടി പ്രീവിയസ്ലി ഫ്ലഡഡ് ആണോ അല്ലെങ്കിൽ ടോട്ടൽ ലോസ് ആണോ എന്നുള്ളത് അറിയേണ്ടത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറ് തിരുത്തണം. നിങ്ങൾ പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സഞ്ജു ടെക്കിന്റെ വിഷയത്തിൽ ദിവസങ്ങളോളം ചാനലുകളിൽ അന്തിച്ചർച്ച നടത്തിയത് ഈ തീപിടുത്തം വണ്ടിയിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് MVD പറഞ്ഞതുകൊണ്ടാണ്. സഞ്ജു ടെക്കിന്റെ വിഷയത്തിൽ ദിവസങ്ങളോളം അന്തിച്ചർച്ച നടത്തിയ പല ചാനലുകാരും ഇവിടെ ഉണ്ട്. അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു കാര്യം നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ MVDന്റെ അടുത്ത് തിരിച്ചു ചോദിക്കി. വെള്ളം നിറച്ചിട്ട് വണ്ടിക്ക് തീ പിടിക്കുന്ന MVD പറയുന്നുണ്ടെങ്കിൽ ഇത്തരം വണ്ടികളിൽ തീ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് MVD മറുപടി പറയട്ടെ. ഈ വീഡിയോ ഒരു തുടക്കം മാത്രമാണ്, ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. ഈ വീഡിയോന്റെ മുകളിൽ MVD എന്തായാലും ഒരു മറുപടി പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. നന്ദി.